ബ്രിട്ടീഷ് സൈന്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് അപമാനിച്ചു എന്ന് കുറ്റപ്പെടുത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം പി ജെയിംസ് ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെയിംസേ, ഞാൻ പറയായിരുന്നു 20 കോടിയുടെ ലോട്ടറി. 20 കോടിയുടെ ലോട്ടറി അത് അടിച്ചാൽ അടിക്കുന്നവൻ ഗംഭീര കക്ഷിയായിരിക്കും. ലോട്ടറി വില എടുത്തോ ജെയിംസേ? എന്റെ കുവൈറ്റിലുള്ള അനിയൻ വിളിച്ചിട്ട് ഇന്നലെ നിർബന്ധമായിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. ഞാൻ ഇതിൽ വിശ്വസിക്കുന്ന ആളല്ല, എന്നാൽ പോലും ഞാൻ ടിക്കറ്റ് എടുത്തു അവന്റെ ഒരു ആഗ്രഹത്തിന്. അപ്പൊ അവൻ പറഞ്ഞത് കിട്ടിയാൽ പപ്പാതി എന്നാണ്. ഞാൻ പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ഈ 1000 വീട്ടില് ഒരു 10 വീട് വെച്ച് കൊടുക്കണം അടിച്ചാൽ. അതൊക്കെ ചെയ്യാം. ഓക്കെ, അടിച്ചാൽ മാത്രം മതി. അടിച്ചില്ലെങ്കിൽ കൂടെ കരയാൻ ഞാനും ഉണ്ടാകും. ഓക്കെ, നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുകയല്ലേ, 100 കണക്കിന് വീട് വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യും. ഇപ്പൊ ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ വ്യാപാര കരാർ ഉണ്ടായി എന്നുള്ളത് ട്രംപിന് ഷോക്കാവുമോ? ഒരുപക്ഷെ ട്രംപിന് ഷോക്ക് അടിപ്പിക്കുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു കരാറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വൻ കരാർ എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. എന്ന് മാത്രമല്ല, മറ്റന്നാൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുമ്പോൾ അവിടുത്തെ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റും അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവും ഒക്കെയാണ് ഇവിടെ മുഖ്യാതിഥികളായിട്ട് എത്തുന്നത്. അപ്പോൾ അമേരിക്ക നമ്മളെ ഒന്ന് തഴഞ്ഞാൽ യൂറോപ്പിനെ മൊത്തത്തോടെ പിടിക്കുക എന്നുള്ള നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനിടയിൽ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളാവുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2ാം ലോക മഹായുദ്ധം തൊട്ടൊക്കെ എന്ത് കാര്യത്തിലും യൂറോപ്പും അമേരിക്കയും ഒന്നാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി അവിടെ ഡെമോക്രാറ്റാണോ റിപ്പബ്ലിക്കനാണോ അമേരിക്കയിൽ അധികാരത്തിൽ വരുന്ന അവരൊക്കെ യൂറോപ്പിനെ കൂടെ നിർത്തിയിരുന്നു. പക്ഷെ ട്രംപ് മാത്രമാണ് തിരിച്ചൊരു നിലപാടെടുത്ത ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലാതെ പെരുമാറുന്നത്. നേരത്തെ ജർമ്മൻ ചാൻസലറായിരുന്ന ആംഗല മെർക്കലൊക്കെ ആയിട്ട് വലിയ ഉടക്കിലായിരുന്നു. പക്ഷെ ഇപ്പൊ കൈവിട്ടു പോയിരിക്കുന്നു. ഗ്രീൻലാൻഡ് വേണമെന്നുള്ള ഇതിൽ നിർബന്ധം പിടിച്ച് ട്രംപ് ഡെൻമാർക്ക് അടക്കമുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെയും എതിർപ്പിന് ഇടയാക്കി. എന്ന് മാത്രമല്ല, അവരിപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ് യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളും. ഒപ്പം തന്നെയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ട നാറ്റോ സഖ്യത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ അപമാനിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം. അവർ പറയുന്നത്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത് 457 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്, ബ്രിട്ടീഷ് സൈനികർ. 100 കണക്കിന് ബ്രിട്ടീഷ് സൈനികർക്ക് അവിടെ പരിക്കേറ്റു. അപ്പോഴാണ് പറയുന്നത്, മുൻനിരയിലൊന്നും ഫൈറ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് സൈനികർ പോയില്ല, അമേരിക്കൻ സൈനികർ തന്നെ വേണ്ടി വന്നു, അവര് മുൻനിരയിൽ ഉണ്ടായിരുന്നില്ലെന്നാണ്. അതിന് മറുപടിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത്, ഞങ്ങളുടെ 457 പേരാണ് കൊല്ലപ്പെട്ടത്. ശരിക്കും അമേരിക്ക ഏറ്റെടുത്തൊരു യുദ്ധമായിരുന്നു, അതിൻ്റെ കൂടെ നാറ്റോ സഖ്യം കൂടെ ചേരുകയായിരുന്നു. എന്ന് മാത്രമല്ല, ബ്രിട്ടനെ അപമാനിക്കുന്ന വേറെയും പ്രസ്താവന ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ ഡിഗോ ഗാർഷ്യ ഉൾപ്പെടുന്ന അമേരിക്കയുടെ നാവൽ ബേസുള്ള മൗറീഷ്യസിന്റെ ദ്വീപ്, ചഗോസ് ദ്വീപ്, അത് മൗറീഷ്യസിന് വിട്ടുകൊടുക്കുന്നതിനെതിരെ ട്രംപ് പറഞ്ഞത് ബ്രിട്ടൻ കാണിച്ചിരിക്കുന്നത് വിഡ്ഢിത്തരമാണ്, മണ്ടത്തരമാണ്, അവിടെ ചൈനയും റഷ്യയും കയറിപ്പറ്റും, ഇത് മൗറീഷ്യസിന് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ബ്രിട്ടനെ കുറ്റപ്പെടുത്തിയത്. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും, ഫ്രാൻസ്, ജർമ്മനി എല്ലാം ട്രംപിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുന്നു. ഒരു സന്തോഷ വാർത്തയുണ്ട് ബിബി. അവിടെ അബുദാബിയിൽ വലിയ ചർച്ച പുരോഗമിക്കുന്നു. റഷ്യയും യുക്രൈനും അമേരിക്കയും തമ്മിൽ അബുദാബിയിൽ നടന്ന ഈ ത്രിരാഷ്ട്ര ചർച്ചയിൽ ഈ യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ സാധ്യതയുണ്ട്. മധു കൊട്ടാരക്കര അതിനെക്കുറിച്ച് ഇന്ന് രാവിലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ? സമാധാനത്തിനുള്ള സാധ്യതയുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അവിടെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് അവസാനം തീരുമാനമെടുക്കേണ്ടത്. ആ ചർച്ചകളിലൊന്നും പുടിൻ പങ്കെടുത്തിട്ടില്ല. പക്ഷെ അതിനു മുൻപ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കയുടെ പ്രതിനിധികളുമായിട്ട് സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ട്രംപിന്റെ മരുമകൻ ജാർദ് കുഷ്ണറുമായി ദീർഘ ചർച്ച നടത്തിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അപ്പോൾ UAE ചർച്ചയ്ക്ക് മുമ്പാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞങ്ങൾ പിടിച്ചടക്കിയ കിഴക്കൻ ഉക്രൈനിലെ ഡോൺബാസ് മേഖല, ഡോണെറ്റ്സ്കും ലുഹാൻസ്കും അടങ്ങുന്ന മേഖലയിൽ ഇനി 25% കൂടി, ഇപ്പോഴും 4 വർഷമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉക്രൈൻ സേന, അതുകൂടി വിട്ടുകൊടുത്താൽ വേണമെങ്കിൽ പരിശോധിക്കാം. അതുകൊണ്ടാണ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത്, യഥാർത്ഥത്തിൽ യുദ്ധം ഭൂമിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഒരു ബ്ലോക്ക് നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു തീരുമാനമാവാതെ കാര്യങ്ങൾ തീരില്ല. അതിന് യുക്രൈൻ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് ആ പ്രദേശം ഒരു ഫ്രീ എക്കണോമിക് സോണായിട്ട് നിലനിർത്താൻ ഡീമിലിറ്ററൈസ്, 2 ഭാഗക്കാരും 25% വരെ ഭൂമി വിട്ടുകൊടുക്കുക, അത്
ഒരു ന്യൂട്രൽ ഏരിയ ആയിട്ട് നിലനിർത്തുക അത് റഷ്യക്ക് സ്വീകാര്യമല്ല. അതാണ് പ്രധാന സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ എന്തായാലും ചർച്ച കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം വളരെ ആദ്യമായിട്ടാണ് റഷ്യയും ഉക്രൈനും അമേരിക്കയും ഒരുമിച്ച് വേറൊരു രാഷ്ട്രത്തിൽ UAE പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടന്നത്. ചർച്ചയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഒരു 90% പക്ഷേ 10% ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്. അതിൽ തീരുമാനമുണ്ടാവുമെന്നാണ് പ്രതീക്ഷയുള്ളത്. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. SKN ബംഗ്ലാദേശിലെ ഇലക്ഷന്റെ കാര്യത്തിൽ വലിയതാണ്. ഇലക്ഷന്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഷെയ്ഖ് ഹസീന പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ യൂനിസ് സർക്കാരിനെ പരാജയപ്പെടുത്തണമെന്ന് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ വെനിൻസുലയിൽ SKN അമേരിക്ക വീണ്ടും ഒരു ബോട്ട് കൂടി പിടിച്ചെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് മഡൂറോയെ പിടിച്ചെടുത്ത ശേഷം എല്ലാം തീർന്നുവെന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. ഇപ്പോൾ പസഫിക് ഓഷ്യനിൽ വെനിൻസുലയുടെ ബോട്ട് തകർത്ത് 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അമേരിക്കയും ട്രംപും അടങ്ങുന്നില്ല. SKN ഓക്കെ, താങ്ക് യു BP ജെയിംസ്. ഇനി നമുക്ക് നാളെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.